കള്ളപ്പണ ഇടപാട് കേസിൽ ജാമ്യമെടുത്ത് CPIM നേതാക്കൾ കെ രാധാകൃഷ്ണൻ, AC മൊയ്തീൻ, MM വർഗീസ് അടക്കം 8 പ്രതികളാണ് ജാമ്യമെടുത്തത്. കുറ്റപത്രത്തിന്റെ പകർപ്പ് ലഭ്യമായ ശേഷം പ്രതികൾ വിടുതൽ ഹർജി നൽകുകയും ചെയ്യും. അബ്ദുൾ റഹീമാണ് വിവരങ്ങളുമായി ചേരുന്നത്. റഹീം, എന്താണ് ഇപ്പോൾ പ്രതികളുടെ നീക്കങ്ങൾ? സ്വാതി, ഇപ്പോൾ കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിൽ ഇപ്പോൾ ഇന്ന് കോടതിയിൽ ഹാജരായ 8 പ്രതികൾ ഇപ്പോൾ കോടതിയിൽ നിന്ന് ജാമ്യമെടുത്തിരിക്കുകയാണ്. MLA AC മൊയ്തീൻ, MP കെ രാധാകൃഷ്ണൻ, കൂടാതെ CPIMന്റെ മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന MM വർഗീസ് ഉൾപ്പെടെയുള്ള 8 പേരാണ് കോടതിയിലെത്തുകയും കോടതിയിൽ ഹാജരായി ജാമ്യമെടുക്കുകയും ചെയ്തത്. ഈ വിചാരണയ്ക്ക് മുന്നോടിയായുള്ള നടപടികളുടെ ഭാഗമായിട്ടായിരുന്നു ഇന്ന് പ്രതികൾ കോടതിയിലേക്ക് എത്തിയത്. കുറ്റപത്രത്തിന്റെ പകർപ്പ് ലഭ്യമായ ശേഷം വിടുതൽ ഹർജി നൽകാനുള്ള നീക്കത്തിലാണ് പ്രതികളുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞതായാലും. അതേസമയം നേരത്തെ ഈ കേസിൽ പ്രതികളായിട്ടുള്ള 55 പേർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. അതിന്റെ തുടർ നടപടികൾ തുടരുകയാണ്. ആകെ ഈ കേസിൽ 83 പ്രതികളാണുള്ളത്. ഇതിലൊന്ന് പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിയെ പ്രതിനിധീകരിച്ച് ഇന്ന് ആരും തന്നെ ഹാജരായിരുന്നില്ല. അതുകൊണ്ട് നിലവിലെ CPIMന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറിയോട് കോടതി ഹാജരാവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റ് പ്രതികളും 21 പ്രതികളും ഹാജരാകണം. കേസിൽ CPIM ഉൾപ്പെടെ 68 പ്രതികളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പ്രതികളായിട്ടുള്ളവർ അല്പസമയത്തിനകം പുറത്തേക്ക് വരുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രഥമ ദൃഷ്ട്യാ തെളിവുകളുണ്ട് എന്ന് കോടതി നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിചാരണ നേരിടാൻ ഇവരോട് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തത്. ED ചുമത്തിയ കുറ്റപത്രത്തിൽ ഉള്ള കാര്യങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കും എന്നുള്ളതായിരുന്നു കോടതി വ്യക്തമാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികൾ ഇന്ന് കോടതിയിൽ നേരിട്ട് തന്നെ ഹാജരായത്. ഏതായാലും കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിൽ ഇപ്പോൾ പ്രതികൾ 8 പ്രതികളാണ്. പ്രധാനപ്പെട്ട 8 പേർ ഇപ്പോൾ കോടതിയിൽ ഹാജരായി ജാമ്യമെടുത്തിരിക്കുകയാണ്. ഇതിന്റെ തുടർ നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. പ്രധാനമായും 2 ആരോപണങ്ങളാണ് ഇവർക്കെതിരെ ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം, ഈ സഹകരണ ബാങ്കിന്റെ മെയിൻ ഭരണ സമിതിക്ക് മുകളിൽ CPIM ഇടപെട്ടുകൊണ്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നു. ആ കമ്മിറ്റി നിർദ്ദേശിക്കുന്നയാൾക്ക് അനധികൃതമായി വായ്പ നൽകുന്നു, അങ്ങനെ പണം തട്ടിയെടുക്കുന്നു, അതിൽ ഇത്തരത്തിൽ കമ്മീഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേടുന്നു എന്നുള്ളതായിരുന്നു ഒരു ആരോപണമെങ്കിൽ, മറ്റൊന്ന് ഈ പാർട്ടി ഓഫീസ് നിർമ്മിക്കാൻ ആവശ്യമായി പണം കണ്ടെത്തുന്നതിനോട് അനുബന്ധിച്ച് ഇത്തരത്തിൽ തന്നെ പ്രതികരണം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ കെ രാധാകൃഷ്ണൻ MP, മുൻ ജില്ലാ സെക്രട്ടറി MM വർഗീസ് അടക്കമുള്ള ആൾ അല്ല പരിസരം കുറച്ചിറങ്ങിയതോ പറയുന്നത് രാധാകൃഷ്ണൻ അങ്ങനെ ജാമ്യം എടുത്ത് പോവാണ്. ഇനി 21 കേസ് വെച്ചിട്ടുണ്ട്. മിക്കവാറും എല്ലാവരും 21 പിന്നെ അത് വക്കീലായിട്ട് ആലോചിച്ച് ചെയ്യണം. ഇപ്പൊ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. ഫർദർ ഡീലിങ്സ് എന്താണെന്ന് വേണ്ടത് വക്കീലുമാരുണ്ടല്ലോ, അപ്പൊ അവര് തീരുമാനിക്കും. ഈ കേസിൽ 68ാം പ്രതിയാണല്ലോ പാർട്ടി. അപ്പോൾ പാർട്ടി കൂടി പ്രതികർത്ത് ഒരു കേസ് നിലയിൽ എങ്ങനെ കാണുന്നു? അതെ, പാർട്ടിയെ തകർക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട് ഇതിന്റെ മുന്നില്. CPIMനെയും കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷത്തെ തകർക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഉള്ളത്. അപ്പം അതുകൊണ്ടാണ് കേസിൽ പ്രതി. ഞങ്ങൾ CPIM ആയതുകൊണ്ട് മാത്രം പ്രതികളാവുന്ന, അല്ലാതെ തെറ്റ് ചെയ്തുകൊണ്ട് പ്രതികളാകുന്നതല്ല. ആലോചിച്ച് അപ്പോൾ ഓക്കെ, താങ്ക് യു. ഇത്ര നേരം നിന്നിട്ട് നിങ്ങൾക്ക് അധികം കൂടുതൽ കാര്യങ്ങളൊന്നും വേറൊന്നുമില്ല. ഇപ്പോൾ കെ രാധാകൃഷ്ണൻ MPയും മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന MM വർഗീസുമാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതായത് ഈ കേസിൽ CPIM പാർട്ടി പ്രവർത്തകരായതുകൊണ്ട്, അതായത് പാർട്ടിയെ തകർക്കുക എന്ന ഗൂഢാലോചനയുടെ ഭാഗമായി നടത്തിയ ഒരു നീക്കമാണ്. അതിന്റെ ഭാഗമായി തങ്ങൾ പ്രതികളായതാണ് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഏതായാലും പാർട്ടിയെ തകർക്കാൻ, ഈ കേസുമായി ബന്ധപ്പെട്ട് പാർട്ടിയെ തകർക്കാനുള്ള ഒരു ഗൂഢശ്രമം നടന്നു. അതിന്റെ ഭാഗമായി മാത്രമുള്ളൊരു കേസാണ് ഇത് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഏതായാലും 21-ന് CPIMന്റെ നിലവിലെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ജില്ലാ സെക്രട്ടറിയോട് ഹാജരാകാൻ നിർദ്ദേശം കോടതി നൽകിയിട്ടുണ്ട്. പക്ഷേ അത് അഭിഭാഷകരുമായി ആലോചിച്ച ശേഷമായിരിക്കും അതിനൊരു തീരുമാനമുണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ കെ രാധാകൃഷ്ണൻ MP വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും പ്രതികൾ ഇപ്പോൾ കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. AC മൊയ്തീൻ, അതോടൊപ്പം തന്നെ കരുവന്നൂർ
കള്ളപ്പണ ഇടപാട് കേസിൽ ജാമ്യം എടുത്തിരിക്കുകയാണ് CPIM നേതാക്കൾ കെ രാധാകൃഷ്ണൻ, AC മൊയ്തീൻ, MM വർഗീസ് അടക്കം 8 പ്രതികളാണ് ജാമ്യം എടുത്തത്. അവർ അതിനുശേഷം പുറത്തിറങ്ങി പ്രതികരിച്ചതാണ് നമ്മളിപ്പോൾ കേട്ടത്. ജാമ്യം ലഭിച്ചിരിക്കുന്നു. CPIM നേതാക്കളായതുകൊണ്ട് അല്ലെങ്കിൽ CPIM അംഗങ്ങളായതുകൊണ്ടാണ് തങ്ങൾ പ്രതികളായത് എന്നുള്ള ഒരു പ്രതികരണമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്.